എടാ നീ സംഭവം അറിഞ്ഞാ? നീ എവിടെയാ ഉള്ളത്? എടാ എന്ത് ഇത് ഞാൻ പഞ്ചായത്തിന്റെ വേസ്റ്റൊക്കെ ഇവിടെ വെച്ച് പൂട്ടുകയാണ്. ഇനി കാട്ടാന വന്നാലും പേടിക്കാനൊന്നുമില്ല. എടാ നിന്റെ ഭാര്യയെ കാട്ടാനെ കുത്തിയ സംഭവം അന്വേഷിച്ച CBI വന്നു. എടാ CBI കാറിൽ വന്ന് ഇറങ്ങി. സാറേ ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. കാട്ടാനയുടെ നിങ്ങളെ വാർഡിലല്ലേ സംഭവം നടന്നത്? കാട്ടാന കുത്തിക്കൊന്ന സംഭവം എൻ്റെ വാർഡിലാണ് നടന്നത്. പക്ഷെ ഞാൻ നടക്കാൻ പോകാറില്ല സാറേ. ഇയാളിത് ഇങ്ങനെ പറയുന്നേ, കൗണ്ടർ പറയുന്നു കോമഡിക്കാരെ പോലെ. സാറേ ഞാൻ പഞ്ചായത്ത് ഓഫീസിലാണ് രാത്രി ഉറക്കം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉറങ്ങാറില്ല രാത്രിയിൽ? ആന പഞ്ചായത്തിൽ നികുതി അടക്കാതെ മുങ്ങി നടക്കുന്ന ആനയാണ്. അപ്പോൾ ആന പഞ്ചായത്ത് ഓഫീസിൽ വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് സാറേ. പറ, കാട്ടാന ആ സ്ത്രീയെ കുത്തിക്കൊല്ലുമ്പോൾ പഞ്ചായത്തിൽ മഴയുണ്ടായിരുന്നോ? ബോഡി കിടന്നിടത്ത് മഴയുണ്ടായിരുന്നില്ല സാറേ, പോലീസുകാരാണ് പറഞ്ഞത്. പക്ഷെ കാട്ടാന നന്നായിട്ട് മഴ നനഞ്ഞതായിട്ടാണ് FIR ഉള്ളത്. പഞ്ചായത്തിൽ നിന്ന് സൗജന്യമായിട്ട് കൂട വിതരണം ഉണ്ടായിരുന്നു സാറേ. അത് വാങ്ങാൻ പോലും കാട്ടാന വന്നില്ല. ആ സ്ത്രീ കൊല്ലപ്പെടുമ്പോഴേ പഞ്ചായത്തിൽ മഴയുണ്ടായിരുന്നു. പക്ഷെ ഡെഡ് ബോഡി കിടന്നിടത്ത് മഴയുടെ ഒരു ലക്ഷണവും കാണാനില്ല. തൊട്ടടുത്ത മറ്റേ പഞ്ചായത്തിൽ മഴയുണ്ടായിരുന്നു സാറേ, അവിടുന്നാണ് ആന വന്നത്. ഇവനാള് ശരിയല്ല. എടോ, ആനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആനപ്പുറത്ത് ആരെങ്കിലും ഇരുന്നതിൻ്റെ തഴമ്പ് കാണും സാറേ. നിങ്ങൾ എപ്പോഴെങ്കിലും ആനപ്പുറത്ത് കയറിയിട്ടുണ്ടോ? ആ പഞ്ചായത്ത് മെമ്പർ ആയപ്പോൾ നാട്ടുകാരൊക്കെ കൂടി എന്നെ ആനപ്പുറത്ത് കയറ്റിയിരുന്നു സാറേ. ഇലക്ഷനിൽ ജയിച്ചപ്പോൾ നിങ്ങൾ ആനപ്പുറത്ത് കയറ്റി നാട്ടുകാരൊക്കെ കൂടി. അതിൻ്റെ തഴമ്പ് നിങ്ങൾ ആസനത്തിലുണ്ടോ? ഞാൻ ആനപ്പുറത്ത് കയറിയതിൻ്റെ തഴമ്പ് എൻ്റെ മകൻ്റെ ആസനത്തിൽ കാണും സാറേ. അതെന്തോടെ അങ്ങനെ? അച്ഛൻ ആനപ്പുറത്ത് കയറിയതിന് തഴമ്പ് മകൻ്റെ ആസനത്തിൽ കാണും എന്നൊരു ചൊല്ല് നാട്ടിലുണ്ട് സാറേ. അതെ, കാട്ടാന കുത്തിക്കൊന്ന ആ സ്ത്രീയുടെ ഭർത്താവിന് താങ്കൾക്ക് പരിചയമുണ്ട്? അവൻ്റെ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയത് സാറേ. എങ്കിലും അയാളെ വിളിക്ക് പെട്ടെന്ന്. ഹലോ ഹലോ. എടാ നിന്നെ CBIക്ക് ഒന്ന് കാണണം, നീ പെട്ടെന്ന് വാ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാറേ അവൻ വരുന്നുണ്ട്, എൻ്റെ വല്യമ്മയുടെ മകനാണ്, അവനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. സാറേ സാറിന് ഡമ്മിയായിട്ട് താഴെ കിട്ടുന്ന നോക്കാൻ ഒരാൾ വേണം. അത് ഇവൻ പറ്റും. വേറെ ഒന്നും ചെയ്യില്ല സാറേ, പാവം മനുഷ്യനാ. പിന്നെ കാട്ടാന കുത്തിക്കൊന്ന ഡയറി ഫാമിലെ തൊഴിലാളിയായി ആ സ്ത്രീയുടെ ഭർത്താവ് ഇയാളാണോ? അതെ സാറേ, ഇയാളാണ്. ഉറപ്പാ. പിന്നൊരു കാര്യം, നിങ്ങളുടെ ഭാര്യ മരിച്ചത് കാട്ടാന കുത്തി കൊന്നിട്ടല്ല, നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യയെ കുത്തിക്കൊന്നത്. നിങ്ങൾക്ക് കഞ്ചാവ് വാങ്ങാൻ പൈസ തരാത്തത് കൊണ്ട് നിങ്ങൾ ഭാര്യയെ കൊന്നു. സാറേ വല്ല തെളിവുണ്ടോ? കുപ്പിയുടെ മൂടാണ് അതിന് തെളിവ്. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് നിങ്ങളുടെ വിരലിൻ്റെതാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. അണ്ടർ ഇട്ടിട്ടില്ല, പിന്നെ എങ്ങനെ അറസ്റ്റ് ആവും? ഇയാൾ നിയമമൊക്കെ പറയുന്നുണ്ടല്ലോ, ഇയാൾ അഡ്വക്കേറ്റാണോ? അയ്യാ സാറേ, അതൊരു നിയമപ്രശ്നമാണല്ലോ. ഞാൻ പഞ്ചായത്ത് മെമ്പറല്ലേ, നിയമം എനിക്കറിയാം സാറേ. പറഞ്ഞ ശരിയാണല്ലോ. ഇപ്പം എന്താ ചെയ്യുക? നിങ്ങൾ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോ? ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടുണ്ട് സാറേ. ഞാൻ സ്ഥിരമായിട്ട് അണ്ടർവെയർ മാത്രമേ ഇടാറുള്ളൂ സാറേ. ഇതാണ് എൻ്റെ അണ്ടർവെയർ. എങ്ങനെയുണ്ട് സാറേ, കൊള്ളാമോ? നിങ്ങൾ അണ്ടർവെയർ ഇട്ട സ്ഥിതിക്ക് നിങ്ങൾ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. ഓക്കെ സാർ, സന്തോഷം. ഞാൻ അണ്ടർവെയർ ഇട്ടത് കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു അല്ലേ സാറേ? പോയിട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതെ, നിങ്ങൾ അങ്ങനെ പോയാൽ പറ്റില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അണ്ടർവെയർ ഇട്ടിട്ട് ഉടനെ വരണം. അതുവരെ ഇയാൾ അണ്ടർ അറസ്റ്റ്. അത്രേ ഉള്ളൂ. നിങ്ങൾ പെട്ടെന്ന് വരണം. പെട്ടെന്ന് അണ്ടർവെയർ ഇട്ടിട്ട് പെട്ടെന്ന് വരണം. എടാ നീ എൻ്റെ വീട്ടിൽ പോയിട്ട് അണ്ടർവെയർ ഇട്ടിട്ട് വാ, പെട്ടെന്ന് വാ. മുറ്റത്ത് ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. അയലും മേലും ഉണങ്ങാനിട്ടിട്ടുണ്ട് അണ്ടർവെയർ. പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടെന്ന് വാ. അയ്യോ സാറെവിടെയാണ് പോകുന്നത്? എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ടേ. എടോ, അയാൾ അണ്ടർവെയർ ഇട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഷാപ്പിൽ പോയിട്ട് കുറച്ച് കള്ള് കുടിക്കാം. നല്ല മൂത്ത ആന മയക്കി ചേർത്ത കള്ളാണ്. വാ സാർ, ഈ ചൂടുകാലത്തെ കള്ള് ഷാപ്പിൽ അധികം ആനമയക്കൊക്കെ ചേർത്ത് കള്ള് ഉണ്ടാവാറുണ്ട്. സാറ് കാട്ടാന കേസ് അന്വേഷിക്കാൻ വന്നതാണോ അതോ കള്ള് കുടിക്കാൻ വന്നതാണോ?